മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ലവണ്ണം ഔഷധ ഗുണമുള്ള, അത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. ഡെയിലി നമ്മൾ യൂസ് ചെയ്യണമുണ്ട്. അത് നമ്മുടെ ശരീരത്തിന് റെസ്പിറേറ്ററിയും അതേപോലെ കരളിനും ഒക്കെ വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. നമുക്ക് വരുന്ന അലർജി അങ്ങനത്തെ കുറേ അധികം രോഗങ്ങൾക്ക് ഇപ്പോഴത്തെ കാലത്ത് കൊറോണയ്ക്കും എല്ലാത്തിനും നമ്മൾ ഒരു പ്രതിരോധ മരുന്ന് എന്ന പോലെ നമ്മൾ മഞ്ഞൾപ്പൊടി വെറും വയറ്റിൽ സേവിക്കേണ്ടത് വളരെ നല്ലതാണ്. അതുപോലെ മഞ്ഞൾ പാല് കുടിക്കേണ്ടത്. അപ്പോൾ ഈ മഞ്ഞൾ നമ്മൾ വാങ്ങിക്കണ പൊടിയൊന്നും ഉപയോഗിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ അതിൻ്റെ കുർക്കുമിനൊന്നും പോവാതെ പൊടിച്ചെടുക്കണ ഒരു രീതിയാണ് ഈ വീഡിയോ കൂടെ ഞാൻ കാണിക്കുന്നത്. നമ്മൾ മഞ്ഞൾ പാവിയത് ഒരു ഏപ്രിൽ മെയ് മാസത്തോട് കൂടിയിട്ടൊക്കെ ഒരു വിളവെടുക്കാറായി കണ്ടില്ലേ. ആ നല്ലോണം ഉണങ്ങിയിട്ട് തണ്ടൊക്കെ ഉണങ്ങണതാണ് മഞ്ഞൾ പറിക്കാനുള്ള ഒരു സമയം. തണ്ടൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് വിളവും കിട്ടും അതിൽ. അപ്പോൾ നല്ലോണം മഞ്ഞൾ കടയിലുണ്ടാവും. ചിലപ്പോൾ ഒരു ഇടമഴ പോലെ കിട്ടും. അപ്പോൾ പിന്നെ നനയ്ക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മളൊരു ഓസ് എടുത്തിട്ട് വെള്ളം നനയ്ക്കുക. അപ്പോൾ നമുക്ക് കളച്ചെടുക്കാൻ ഒരു സുഖം ഉണ്ടാവും. അല്ലെങ്കിൽ മണ്ണൊക്കെ നല്ല ഹാർഡായിട്ട് കിടക്കാവും. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് നനച്ചിട്ട് അപ്പോൾ മണ്ണൊക്കെ ഒന്ന് ഉതിർന്നുണ്ടാവില്ല. അപ്പോൾ പിന്നെ ചെറിയൊരു കൊത്തി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഓരോ കട ചുറ്റോറായിട്ട് മഞ്ഞൾ പൊട്ടാത്ത രീതിയിൽ ഇങ്ങനെ വട്ടം ചുറ്റി ഇങ്ങനെ എടുക്കുക. അപ്പോൾ മഞ്ഞളുടെ കഷ്ണങ്ങളൊക്കെ പൊട്ടിപ്പോവില്ല, അല്ലെങ്കിൽ അത് മണ്ണിൽ അങ്ങനെ പോവും. അപ്പോൾ നമുക്ക് കട കിട്ടും, കണ്ടില്ലേ, ഇങ്ങനെ ഒരേ കടകളായിട്ട് കിട്ടും. അപ്പോൾ നമ്മളത് ഓരോന്നും ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ മെയിൻ തള്ളഭാഗം ഉണ്ട്. ഇതാ അടുത്ത പ്രാവശ്യം കുഴിച്ചിടാനായിട്ട് അത് നമുക്ക് അവിടെ വെക്കുക. അപ്പോൾ നല്ല കരുത്തുള്ള ചെടി കിട്ടും അത്. അപ്പോൾ അതൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ കളച്ചെടുത്തു. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് ഒരു ടാർപ്പുകളിൽ ഇട്ടിട്ട് എല്ലാതും ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് നല്ലോണം ഒരു 4-5 ട്രിപ്പെങ്കിലും കഴുകണം. അപ്പോൾ ഈ മണ്ണൊക്കെ എന്നാലേ പോവുള്ളൂ. അപ്പോൾ മണ്ണൊക്കെ കഴുകി നല്ലോണം വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ ഇത് പുഴുങ്ങാനും പൊടിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ല, വീട്ടിലുണ്ടാക്കിയ മഞ്ഞൾ പൊട്ടിച്ച് നോക്കിയാൽ അതിൻ്റെ മഞ്ഞ കളറ് നല്ല ഉതിപ്പുള്ള മഞ്ഞ കളറായിട്ട് നിൽക്കും. അപ്പോൾ നമ്മളിതൊക്കെ പൊട്ടിച്ച് കഴുകി വെച്ചതാണ്. ഇപ്പോൾ പുഴുങ്ങാനായിട്ട് വേണമെങ്കിൽ മുറ്റത്ത് പുഴുങ്ങാം. ഇതിപ്പോൾ അടുപ്പിൽ തന്നെ ഞാൻ പുഴുങ്ങണം. കുറച്ചുള്ളെങ്കിൽ നമുക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കുക്കറിലിട്ടിട്ട് ചെറുതാക്കി നുറുക്കിയിട്ട് പുഴുങ്ങണത്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. മഞ്ഞൾ പുഴുങ്ങി പൊടിച്ചാൽ അതിൻ്റെ കുറുക്കുമിനി കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്താൽ മതി. എന്നിട്ട് നമ്മൾ കഴുകിയെടുത്ത മഞ്ഞൾ കുറച്ച് ശേഷിയായിട്ട് ഇടുക. ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഉമ്മിയൊക്കെ ഇട്ടാണ്ടെങ്കിൽ ഉമ്മി ഇടയ്ക്ക് അലർന്നിട്ടിട്ട് മഞ്ഞൾ ഒരു ലെയർ ഉമ്മി ഒരു ലെയറായിട്ട് പൊടിക്കുക. ഇതിപ്പോൾ ഉമ്മിയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടല്ല. അപ്പോൾ നമ്മൾ വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് ചെമ്പിലിട്ടിട്ട് നിറച്ചൊഴിച്ച് ഒരു പാത്രം കൊണ്ട് മൂടി ഇത് ഇങ്ങനെ നല്ലോണം തിളപ്പിക്കണം. ഒരു 15-20 മിനിറ്റോളം നല്ലോണം തിളയ്ക്കണം. അപ്പോൾ അതിൻ്റെ ആ അടിയത്തെ വെള്ളം തിളയ്ക്കുമ്പോൾ ലാവിന് വരണേ. മൂടിയ പാകത്തിന് ഇല്ലെങ്കിൽ നമുക്ക് ഒരു നനച്ച ചാക്ക് എടുത്തിട്ട് മൂടാം. എന്നിട്ട് നമുക്കത് കോരി ഒരു പാത്രത്തേക്ക് മാറ്റാം. ഇതിപ്പോൾ അറിയണമെന്ന് വെച്ചാൽ അതിങ്ങനെ പൊട്ടിച്ചാൽ ഇങ്ങനെ ഒന്ന് ഞെക്കി നോക്കുക. അപ്പോൾ നമുക്ക് മഞ്ഞൾ ചെറുതായിട്ടൊരു ഞെങ്ങൽ വരും. അതാണ് അതിൻ്റെ ഒരു പാകം. ചെമ്പിലത്തെ എല്ലാതും ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ട് നമ്മൾ ഒരു ഷീറ്റ് ഇട്ടിട്ട് ഉണക്കാനായിട്ട് ഇടണം. വീട്ടിൽ തന്നെ നമ്മൾ മിക്സിയിലാണ് പൊടിക്കണേന്ന് വെച്ചാൽ നമുക്കത് ചെറുതാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം. ഉണക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ മിക്സിയിൽ തന്നെ പൊടിക്കുക. ഇതിപ്പോൾ ഞാൻ മില്ലിയെ കൊണ്ടുപോയിട്ടാണ് പൊടിക്കണം. അപ്പോൾ നടു കീറാനൊന്നും നിന്നില്ല, നല്ല വെയിലുള്ള സ്ഥലമാണ്. അപ്പോൾ പിന്നെ ഡയറക്റ്റായിട്ട് വെയിലത്തിട്ടു. അപ്പോൾ ഒരാഴ്ച നല്ലോണം വെയിൽ കൊണ്ട് അപ്പോൾ ഇതുപോലെ നല്ലോണം ഉണങ്ങി. അത് കഴിഞ്ഞ് ഒരു 7 ദിവസം കഴിയുമ്പോൾ നമ്മളിതിൻ്റെ മഞ്ഞളുടെ കരിന്തൊലി കളയാന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അപ്പോൾ കരിന്തൊലി കളയാന്ന് പറഞ്ഞാൽ കുറച്ച് മഞ്ഞൾ എടുത്തിട്ട് ഒരു ചാക്ക് സഞ്ചിയിലോ തുണി സഞ്ചിയിലോ ഇട്ടിട്ട് നല്ല കല്ലുമ്മ ഇങ്ങനെ ഒന്ന് അടിക്കണം. ഒരു 5-6 അടി അടിച്ച് കഴിഞ്ഞാൽ ഒരു മുറത്തേക്ക് മാറ്റിയിട്ട് നമ്മളത് ചേറിയിട്ട് ഇങ്ങനെ കളയണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ആ കറുത്ത കളറൊക്കെ പോവും. കരിന്തൊലി പോയിട്ട് നല്ല മഞ്ഞളായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ഒരാഴ്ചയും കൂടി ഇതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിക്കാം. അപ്പം അങ്ങനെ പൊടിച്ചു കൊണ്ടുവരുന്ന മഞ്ഞളിന് ഒരു വിധത്തിലും കുർക്കുമി നഷ്ടപ്പെടാണ്ട് നല്ല ഔഷധ ഗുണമുള്ള മഞ്ഞൾപ്പൊടി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. എല്ലാവർക്കും ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്യാം.